പിണറായി വിജയന്റെയും PA മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ ED റെയ്ഡ് നടത്തിയതിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് LDF. ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്ന് പ്രതിഷേധ പ്രകടനം. ഇന്നലെ തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ 5 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെ കേസുമെടുത്തു. തിരുവനന്തപുരത്ത് അലക്സ് റാം മുഹമ്മദും ഷെബീദ് റാവുത്തറും തത്സമയം ചേരുന്നു. ആദ്യം അലക്സിലേക്ക്. ഗുഡ് മോർണിംഗ് അലക്സ് റാം മുഹമ്മദ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. SKN സൂചിപ്പിച്ചതുപോലെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അത് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഇന്നലെ അത് CPM-ന്റെ ആഭ്യന്തര പ്രശ്നമായി മാറിയെങ്കിൽ അത് ഇടതു മുന്നണിയിലേക്ക് കൂടി ആ പ്രതിഷേധം വ്യാപിപ്പിക്കാൻ വേണ്ടി ഇടതു മുന്നണി കൂടി തീരുമാനിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ കേസിൽ കുടുക്കാൻ, അതല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള EDയുടെ നീക്കം അത് BJP ഇതര നേതാക്കൾക്കെതിരെയുള്ള നീക്കമായി പൊതുവിൽ ദേശീയ നേതൃത്വത്തിൽ BJP സ്വീകരിക്കുന്ന നയത്തിന്റെ ഭാഗമായി തന്നെ കാണണമെന്നാണ് ഇടതു മുന്നണിയുടെ പ്രധാനപ്പെട്ട തീരുമാനം. ഇന്ന് ആ പ്രതിഷേധം അത് ഇടതുമുന്നണി കൂടി ഏറ്റെടുക്കുകയാണ്. മനസ്സിലാക്കുന്നത് വൈകുന്നേരം ഇടതുമുന്നണിയുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ലോക്കൽ കേന്ദ്രങ്ങൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ CPIയുടെ കീഴ്ഘടകങ്ങൾക്ക് CPI സംസ്ഥാന ഘടകം ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ കാര്യമായി തന്നെ ഇടപെടണം, അത് ഇടതുമുന്നണി പ്രചാരണ വിഷയമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കോൺഗ്രസും BJP ഡീൽ അത് CPM ആവർത്തിച്ചുറപ്പിക്കുകയാണ്, അരക്കെട്ടുറപ്പിക്കുകയാണ്. നമുക്കറിയാം, തിരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഏറ്റുവാങ്ങിയെന്ന് CPM-ന് ഒരു തിരിച്ചുവരവിന്റെ ഉണർവിന്റെ പാതയിലേക്ക് നയിച്ചത് ED റെയ്ഡാണെന്ന് പറയാം. ആ തരത്തിൽ CPM-ന്റെ സംഘടനാ സംവിധാനം അത് കാസർഗോഡ് മുതൽ ഇങ്ങ് താഴെ പാറശാല വരെ ഉണർന്നു കഴിഞ്ഞെന്നാണ് CPM വിലയിരുത്തുന്നത്. ആ വിഷയം സജീവമാക്കി നിർത്തി അവരുടെ സംഘടനാ യന്ത്രം അത് എണ്ണയിട്ട മെഷീൻ പോലെ ചലിപ്പിക്കാനാകുമെന്ന് CPM വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ്. ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷിയായ ഇടമാണ് ഈ പാളയം CPM-ന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസ്. ഇപ്പോഴും പോലീസിന്റെ ബന്ദോബസ്തുണ്ട്, സുരക്ഷാ ഉദ്യോഗസ്ഥർ അങ്ങിങ്ങ് ഇവിടെ ഇപ്പോൾ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ 12 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതിൽ 5 പേര്, അതായത് ഇന്ന് രാവിലെ അടക്കം ഒരാൾ കൂടി പിടിയിലായതടക്കം 5 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതികൾക്കായി ഇന്നലെ രാത്രിയും പോലീസ് വല വിരിച്ചെങ്കിലും ഇന്നലെ ആരെയും പിടികൂടാനായില്ല എന്നാണ്, അതായത് രാത്രി വീടുകളിൽ നിന്ന് ആരെയും പിടികൂടാനായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ പ്രതിഷേധത്തിന്റെയോ അല്ലെങ്കിൽ മറ്റൊരു ആക്ഷന്റെയോ മൂവ് ഈ പാളയം കേന്ദ്രീകരിച്ചില്ല, നിലവിൽ കാണുന്നില്ല. പക്ഷേ എന്താണെങ്കിലും ഈ പ്രതികളെ മുഴുവൻ കിട്ടണം എന്ന നിലപാടിൽ തന്നെ പോലീസ് ഉറച്ചു നിൽക്കുന്നു. നമുക്കറിയാം, ഇന്നലെ ഈ റെയ്ഡ് നടന്നതിന് ശേഷം പുറത്തേക്ക് വന്ന ED ഉദ്യോഗസ്ഥരുടെ വാഹനമാണ് CPM പ്രവർത്തകർ തടയുകയും ആ വാഹനം ഏതാണ്ട് 3 വാഹനം അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവമുണ്ട്. അത് പോലീസിനെ സംബന്ധിച്ച് വലിയ നാണക്കേടായി വിഷയം മാറി. ഇതിൽ മാത്രമല്ല SKN, ഇന്നലെയും ഇന്നുമായി മുഖ്യമന്ത്രി VD സതീശനോട് 7 തവണയാണ് മാധ്യമപ്രവർത്തകർ ED റെയ്ഡുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടിയത്. അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മൗനം എന്തുകൊണ്ടാണ് എന്ന് കോൺഗ്രസിനോട് തന്നെ ഒരു വിഭാഗം വലിയ രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തരമന്ത്രിക്കും വലിയ നാണക്കേടി സംഭവം ഉണ്ടാക്കി. കാരണം ഈ അക്രമം നടത്തി പ്രതികൾ പാർട്ടി ഓഫീസിനുള്ളിൽ കയറിയിട്ട് എന്തുകൊണ്ട് പാർട്ടി ഓഫീസിൽ കയറി പ്രതികളെ പിടികൂടാൻ സാധിച്ചില്ല പോലീസിന് എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിനും മന്ത്രിക്കുമെതിരെ ഉയരുന്ന ആരോപണം. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് ഈ ED റെയ്ഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് അത്തരത്തിൽ ഇടപെടാൻ സാധിക്കാതെ പോയത്. പക്ഷേ അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി പോലീസ് അവിടെ നിലയുറപ്പിക്കുകയായിരുന്നു എന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് പോലീസ് CPM-ന് മുന്നിൽ കീഴടങ്ങിയെന്ന ചോദ്യം കോൺഗ്രസിലെ ഒരു വിഭാഗം കാര്യമായി തന്നെ ഉയർത്തുകയും ചെയ്തു. Thank you, Alex Ram Mohammed. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.